ഫാറ്റി ലിവർ നമുക്ക് റിവേഴ്സ് ആക്കാൻ പറ്റും, നമുക്ക് നോർമൽ ആക്കാൻ പറ്റുമോ? ഇതൊരു എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ പറയുന്ന പോലെ വെയിറ്റ് കുറയ്ക്കുക, അതായത് ഭക്ഷണം കുറച്ച് കഴിച്ച് വെയിറ്റ് കുറയ്ക്കുക, അതിൻ്റെ കൂടെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും എക്സസൈസും ഒക്കെ ചെയ്യണം, അതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും ആൾക്കാർക്ക് അറിയേണ്ടത് എന്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് ഫാറ്റ് ലിവർ റിവേഴ്സ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളത് ആദ്യം നമ്മൾ നോക്കേണ്ടത് എത്ര കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നതിനൊക്കെ കൂടുതൽ അപേക്ഷിച്ച് എത്ര കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫാറ്റ് ലിവർ റിവേഴ്സ് ആക്കാനുള്ളത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി, നമ്മൾ പല പല ജോലികൾ ചെയ്ത ആക്ടിവിറ്റീസും നമ്മുടെ എക്സസൈസും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എത്ര എനർജി സ്പെൻഡ് ചെയ്യുന്നു അതിനേക്കാൾ ഒരു 10-500 കാലറി കുറച്ച് കഴിക്കണം, എന്നാലേ നമ്മുടെ വെയിറ്റ് കുറയും. അപ്പോൾ അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. പക്ഷേ എന്ത് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഫാറ്റ് ലിവർ റിവേഴ്സ് ആക്കാനായിട്ട്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയാനുള്ളത് പയർ വർഗ്ഗങ്ങളാണ്, ലെഗ്യൂംസ്, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൻ്റെ അകത്ത്, അതായത് പ്ലാന്റ് പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പയർ വരും, വൻപയർ, ചെറുപയർ, കടല, ഇതെല്ലാം ഈ പയർ വർഗ്ഗത്തിനകത്ത് വരും. പിന്നെ ബാക്കിയുള്ള പ്രോട്ടീൻ, ഇപ്പോൾ മുട്ട കഴിക്കുമ്പോൾ മൊത്തമായിട്ട് കഴിക്കണം. അതായത് ഒരു ഡെയിലി ഒരു ഫുൾ എഗ്ഗ് കഴിക്കുന്നത് നല്ലതാണ്, മഞ്ഞയും വെള്ളയും. അതിൻ്റെ അകത്ത് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കോളിൻ എന്ന് പറഞ്ഞ ഒരു പദാർത്ഥമുണ്ട്. അത് ലിവറിൻ്റെ അകത്ത് ഉള്ള കൊഴുപ്പിനെ പുറത്തേക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അങ്ങനെ ഫാറ്റ് ലിവറിന് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ കോളിനുള്ള വേറെ സാധനങ്ങളാണ് ഈ വാൾനട്ട്, ആൽമണ്ട്, ഇതേപോലത്തെ, അതായത് ബദാം, വാൾനട്ട്, ഇതേപോലത്തെ നട്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ അതും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ലതാണ്. പിന്നെയുള്ളത് നാരാണ്, നല്ല ഫൈബറുള്ള ഭക്ഷണം കഴിക്കുക. അപ്പോൾ പച്ചക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഡയറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അവിയലും ഇതൊക്കെ നല്ലപോലെ കൂട്ടുന്നത് നല്ലതായിരിക്കും. നമ്മുടെ സ്റ്റഡീസൊക്കെ ചെയ്തിരിക്കുന്ന ഈ കളർഫുൾ വെജിറ്റബിൾസ്, മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് ആ സാലഡൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ അവിയലൊക്കെ കഴിച്ചാലും അതിനകത്ത് നല്ലപോലെ ഫൈബർ ഉണ്ടാവും. പിന്നെ ഉള്ളൊരു സാധനമാണ് കട്ടൻ കാപ്പി. അപ്പോൾ ഈ ബ്ലാക്ക് കോഫി ഇതേ പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ഫാറ്റ് ലിവറും പിന്നെ ലിവർ കട്ടിയാവാനുള്ള അവസ്ഥയും പിന്നെ ലിവർ കട്ടിയുള്ളവർക്ക് ലിവർ ക്യാൻസർ വരാനുള്ള ചാൻസും ഒക്കെ കുറയ്ക്കും. അപ്പോൾ ഒരു ദിവസം 2 കപ്പ് കട്ടൻ കാപ്പി കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് മധുരം ഇടരുത്, മധുരം ഇടാണ്ട് പാലൊന്നും ഒഴിക്കാണ്ട് നല്ല 2 ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡയറ്റിൻ്റെ അകത്ത് ചെറുതായിട്ട് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ.